ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ അബുദാബിയിൽ നിന്ന് നാട്ടിലെത്തി. അപ്പോൾ ഇവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നൊരു മിനി വ്ളോഗാണ് ഇത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിൻ്റെ 2 ദിവസം മുന്നെയാണ് വരുന്നത്. അപ്പം ഇവിടെ കവാടത്തിൻ്റെ പരിപാടികൾ നടക്കണേ ഉള്ളൂ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് തേക്കിൻകാട് മൈതാനത്ത്. അവിടെയാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. ഇതാണ് കേട്ടോ ഗേറ്റ്. ഇവിടെ നമ്മൾ 40 റുപ്പീസാണ് പെർ ഹെഡ്. അതെടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഏകദേശം 5 മണിക്ക് ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. എന്നിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ സ്റ്റോളുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമാണ്. കാരണം നമ്മളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നെയിൽ പോളിഷ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും സ്റ്റോൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഏകദേശം 200ഓളം പെവലിയൻസ് ഇവിടെ ഉണ്ട്. പിന്നെ കണ്ട് നടക്കാൻ ഭയങ്കര രസമാണ്. പണ്ടൊക്കെ ഞാൻ ഇതുപോലെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷനെ പറ്റിയിട്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ നല്ല എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. എല്ലാം നമുക്കിവിടെ കിട്ടും കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളാണെങ്കിലും സ്റ്റീൽ പാത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, പിന്നെന്താ നെയിൽ പോളിഷ്, കമ്മലുകൾ, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കമ്മലുകൾ, പിന്നെ മാലകൾ, എല്ലാം കിട്ടും. എക്സിബിഷൻ കാണാനായിട്ട് ഞാനും ഏട്ടനും സായിയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ബാഗുകൾ, ചപ്പലുകൾ ഡിഫറെൻറ്റ് ടൈപ്പ്, രാജസ്ഥാനി ടൈപ്പ് ചെരുപ്പുകൾ, നമുക്ക് കൗതുകം ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ മിഠായി സെക്ഷൻ. ഇവിടെ പറഞ്ഞാൽ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കഴിച്ചിരുന്ന ഒരുപാട് മിഠായികൾ കണ്ടു. ഇതൊന്നും ഇപ്പോൾ എല്ലാ കടകളിലൊന്നും അവൈലബിൾ അല്ല. അപ്പം 90s കിഡ്സിനൊക്കെ ഇത് ഏറെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിയ, പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയി ഈ സാധനങ്ങളൊക്കെ. പിന്നെ കുറേ ബെഡ്ഷീറ്റുകൾ, പിന്നെ ക്ലോത്തുകൾ, ഒരുപാട് കുർത്തീസ്, പിന്നെ സാധാ വീട്ടിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പുകൾ, സ്കേർട്ടുകൾ, പിന്നെ മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, അങ്ങനെ ഒരുപാട് നല്ല ഭംഗിയുള്ള ക്ലോത്തുകൾ ഇവിടെ ഉണ്ട് കേട്ടോ, അവൈലബിളാണ്. ബുക്ക് സ്റ്റോൾ ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഒരുപാട് നല്ല ഓതേഴ്സിൻ്റെ ഒരുപാട് ബുക്സുകൾ അവൈലബിൾ ആണ് ഇവിടെ. നെക്സ്റ്റ് പൊട്ടിൻ്റെ സെക്ഷനാണ്. ഇതും ഒരുപാട് നൊസ്റ്റാൾജിയിലേക്ക് കൊണ്ടുപോയി. കാരണം പണ്ടൊക്കെ നമ്മൾ ഇത്രയും വലിയ പൊട്ടൊക്കെ തൊട്ടിട്ടാണ് നടന്നിരുന്നത്. ഇപ്പോൾ ഒന്നും ആരും ഇങ്ങനത്തെ പൊട്ട് യൂസ് ചെയ്യില്ല. അമ്മമാരല്ലാതെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരാരും ഇത്രയും വലിയ പൊട്ടുകളൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ അതും ഒരുപാട് നൊസ്റ്റയിലേക്ക് പോയി പൊട്ടുകൾ കണ്ടപ്പം. ഞാൻ എല്ലാ പവലിയനിലും കയറിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് കേട്ടോ, വളകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വളകൾ കാണാൻ. അത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രൈസ് അത്യാവശ്യം കുറച്ച് കൂടുതലാണ് പ്രൈസ്. പക്ഷേ എന്നാലും കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഓഫ് വളകളുണ്ട്. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ എന്ന് പറയുന്നത് പാറമേക്കാവ് അതുപോലെ തന്നെ തിരുവമ്പാടി രണ്ട് അമ്പലങ്ങളിലെ ദേവസ്വം ബോർഡ് ഒരുമിച്ച് ചേർന്നിട്ടാണ് നടത്താറ്. ഇവിടെ ഇങ്ങനത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എത്രത്തോളം ഉറപ്പുണ്ടാവും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ വണ്ടർലയിലൊന്നും പോയിട്ട് കളിക്കുന്ന പോലെ ഇതിൽ കളിച്ച് കഴിഞ്ഞാൽ അത്ര സേഫ്റ്റി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരുപാട് ഫുഡ് സ്റ്റോളുകളുണ്ട്. ജ്യൂസിൻ്റെ ആണെങ്കിലും ഷേക്കിൻ്റെ ആണെങ്കിലും, പിന്നെ ചായ, സമൂസ, അതുപോലെ പഴംപൊരി, അങ്ങനത്തെ സ്നാക്സുകളുടെ ആണെങ്കിലും വെറൈറ്റി ഓഫ് സ്റ്റോളുകൾ ഫുഡിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ISROൻ്റെ ഒരു പവലിയനുണ്ട്. ഇവിടെ ഞാൻ കയറിയിട്ട് വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഭൂമിയിലെ വെയിറ്റും അതേപോലെ തന്നെ മാർസ്, യുറാനസ്, നെപ്റ്റ്യൂൺ, അങ്ങനെ എല്ലാ പ്ലാനറ്റിലെയും വെയിറ്റ് നമുക്ക് അറിയാൻ പറ്റും. അതെനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ.
അപ്പം മഴയ്ക്കുള്ള എല്ലാ ചാൻസും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ശോഭയുടെ അവിടെയൊക്കെ പണി നടക്കുകയാണ്, അപ്പം അവിടെ ബ്ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇറങ്ങി അവിടെ നിന്ന്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മഴ പെയ്തു. വീടെത്താറായപ്പോഴേക്കും നല്ല ഇടിമിന്നലും മഴയുണ്ടായിരുന്നു. മിന്നലായിരുന്നു ഭയങ്കര കൂടുതൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.